കേരയിൽ വിജ്ഞാപനം റദ്ദാക്കി സംസ്ഥാന സർക്കാർ. മഞ്ഞക്കുറ്റികൾ നീക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിൽവർ ലൈൻ പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കാൻ ശുപാർശ നൽകും. ആഹ്ലാദത്തിൽ സമരസമിതി. തീർച്ചയായിട്ടും ഇന്നലെ 1 മണിക്കാണ് ഞങ്ങൾ സമരസമിതി സാറിനെ നേരിട്ട് കാണുന്നത്. മുഖ്യമന്ത്രിയെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പിൻവലിച്ച് തീരുമാനമാക്കി. പുതുജീവിതം കിട്ടുന്നതിന് പറയാം. കാരണം അങ്ങേറ്റം കുഴിയിലേക്ക് പോകുന്ന വെച്ചിരുന്നതിനാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്കിത് തീരുമാനമായത്. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഓഗസ്റ്റ് 31-ന് കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റ് 3 മാസം കൂടി നീട്ടി. കിഫ്ബി തുടരണമോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷൻ 2031 എന്ന പേരിൽ സംസ്ഥാനത്ത് 100 ദിന കർമ്മ പദ്ധതി ആരംഭിച്ചു. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നു. സത്യപ്രതിജ്ഞയിലെ മേനോൻ പരാമർശത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. അച്ഛനെ ഓർക്കാനായാണ് മുഴുവൻ പേരും പറഞ്ഞത്. അമ്മയുടെ പേര് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും സതീശൻ. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് 2 പേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞത്. എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വന്ദേമാതരം ആലാപനം ലോക് ഭവന്റെ തീരുമാനമെന്നും മുഖ്യമന്ത്രി. UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. റവന്യൂ അനിൽകുമാറിന്, വൈദ്യുതി സണ്ണി ജോസഫിന്, ഫിഷറീസ് ലീഗിന് തന്നെ, ഉന്നത വിദ്യാഭ്യാസം റോജി M ജോണിന്, വിശ്വനാഥിന് ടൂറിസം, സാംസ്കാരികം സിനിമ, ലിജുവിന് എക്സൈസും സഹകരണവും, ദേവസ്വം AP അനിൽകുമാറിന്. ഗവർണർ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് പട്ടിക വൈകിയതെന്ന് VD സതീശൻ. LDF സർക്കാർ അധികാരമൊഴിയും മുമ്പ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ. തിടുക്കത്തിൽ പരോൾ അനുവദിച്ചത് 5 പ്രതികൾക്ക്, അനുവദിച്ചത് 20 ദിവസത്തേക്ക്. പിണറായിയുടെ രക്ഷാപ്രവർത്തകർക്ക് പണി വരുന്നു. വധശ്രമം ചുമത്താൻ നീക്കം, വകുപ്പുതല നടപടിയും വരും. പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിലേക്ക് കയറാൻ ശ്രമം തുടങ്ങിയ അനിൽകുമാറും സന്ദീപും. മന്ത്രിയാകുമെന്ന് പറഞ്ഞ് അപമാനിച്ചത് മാധ്യമങ്ങളെന്ന് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൊട്ടിക്കരഞ്ഞു. പാർട്ടി വിരുദ്ധനാക്കരുതെന്നും ചാണ്ടിയുമ്മൻ. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രധാന പ്രതി സിന്ധു വന്ന സ്റ്റോയിസിയെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. കൂടുതൽ പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷ. അറസ്റ്റിലായ അലീനയും മഞ്ജിമയും റിമാൻഡിൽ. പരാതിക്കാരിയെ ഗുണ്ടാബന്ധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ പുറത്ത്. പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ചതിൽ നിർണായക വഴിത്തിരിവ്. പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് മരിച്ച സോന തന്നെയെന്ന് സ്ഥിരീകരണം. ഭർത്താവിന് സംഭവത്തിൽ ബന്ധമില്ലെന്നും പോലീസ്. ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി ട്രംപ്. കരാർ പാലിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ആക്രമണം. വ്യോമാക്രമണത്തിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് US പിന്മാറിയതെന്നും അവകാശവാദം. ഭീഷണി തള്ളി ഇറാൻ. IPL-ൽ കത്തിക്കയറി വൈഭവ് സൂര്യവംശി. ഇതുവരെ അടിച്ചുകൂട്ടിയത് 13 മത്സരങ്ങളിൽ നിന്ന് 579 റൺസ്. സിക്സറുകളുടെ എണ്ണം 53. ഇനി വൈഭവിന് മുന്നിൽ 59 സിക്സറുകൾ നേടിയ ക്രിസ് ഗെയിൽ മാത്രം.